ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മീനങ്ങാടിയിലത്തെ ഒരു അവക്കാഡോ ഫാമിലാണ്. ഇവിടെ താമരയും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുള്ളത് സംപ്രീത് എന്ന് പറയുന്ന ചേട്ടൻ്റെ അവക്കാഡോ ഫാമിലാണ്. ഇവിടെ 100-ലധികം അവക്കാഡോകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ചേട്ടൻ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതും പിന്നെ പല ഉണ്ടാക്കിയ കുറേ അവക്കാഡോ തൈകൾ ഇവിടെയുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ ചേട്ടൻ പരിചയപ്പെടുത്തി തരും. ഞങ്ങളിവിടെ കൃഷിക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്ന അവക്കാഡോകളെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് നല്ല ഇനങ്ങൾ നമ്മൾ കണ്ടെത്തി അവയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒട്ട് തൈകൾ ഗ്രാഫ്റ്റ് തൈകളാകുമ്പോൾ നമുക്ക് ആ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിയും ഫ്രൂട്ടിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഫിനിഷിങ്, അതിൻ്റെ ടേസ്റ്റ്, അതിന് വരുന്ന ജനിതകപരമായ എല്ലാ പ്രത്യേകതകളും ആ ഗ്രാഫ്റ്റ് തൈകളിലും അതേമാതിരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ആ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി അറിയുന്നതുകൊണ്ട് നമുക്ക് വേണ്ട ടൈപ്പ് അവക്കാഡോ ഇനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാം. മാർക്കറ്റ് ഡിമാൻഡ് ഏത് ടൈപ്പാണുള്ളത് അതേ ടൈപ്പ് നമുക്ക് കൃഷി ചെയ്യാം. അപ്പം കൃഷിക്കാരന് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതൽ കിട്ടുന്ന ടൈപ്പ് അവക്കാഡോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വില സ്വാഭാവികമായിട്ട് കൂടുതൽ കിട്ടും. അത് പല സെലക്ഷനുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കൂടുതൽ സെലക്ഷനുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാരെപ്പോഴും 1-2 വെറൈറ്റികളിൽ പോകാതെ പല വ്യത്യസ്ത ഇനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൃഷി ചെയ്യാണ് നല്ലത്. കാരണം ഈ അവക്കാഡോയുടെ പ്രത്യേകത, നമ്മളെ ജാതിക്ക് നമ്മൾ അറിയാലോ, ആൺപെൺ മരങ്ങളുണ്ട്. അവക്കാഡോയിൽ ഒരേ മരത്തിൽ ആൺപൂക്കൾ വിരിയുന്നതും പെൺപൂക്കൾ വിരിയുന്നതും സമയം മാറ്റമുണ്ട്. അപ്പം പ്രകൃതി പരപരാഗണത്തെ പ്രോത്സാഹനം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വ്യത്യസ്ത ടൈമിൽ പൂക്കൾ വിരിയുന്നത്. അപ്പോൾ കൃഷിക്കാരന് എല്ലാ കൊല്ലവും നല്ല രീതിയിൽ ഉൽപ്പാദനം കിട്ടുന്നതിന് വ്യത്യസ്ത അവക്കാഡോ ഇനങ്ങൾ മിക്സ് ചെയ്ത് കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നന്നാവുക. ഇതൊക്കെ ഇനി നമുക്കൊന്ന് കാണാം. ഇവ പല വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട അവക്കാഡോകളാണ്. ഇവയുടെ ഓരോ വെറൈറ്റികളും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഷേപ്പിലും ഫ്രൂട്ടിൻ്റെ വലുപ്പത്തിലും ടേസ്റ്റിലും ആ അവക്കാഡോകൾ വ്യത്യസ്ത ഇനങ്ങളാണ്. ഇവ ഓരോന്നിനും അവയുടെ ഫ്രൂട്ടിൻ്റെ സൈസിൽ ഇവ എല്ലാം അവക്കാഡോയുടെ വ്യത്യസ്ത ഇനങ്ങളാണ്. ഓരോ ഇനങ്ങൾക്കും അവയുടെ ഫ്രൂട്ടിൻ്റെ വലുപ്പം, ഫ്രൂട്ടിൻ്റെ ഷേപ്പ്, ഫ്രൂട്ടിൻ്റെ കളറ്, അതിൻ്റെ ടേസ്റ്റ്, അതുപോലെ അവയുടെ സീസൺ എല്ലാത്തിലും മാറ്റമുണ്ട്. അപ്പം ഇത് വ്യത്യസ്തമായ ഇനങ്ങൾ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്ത് കൃഷി ചെയ്യാണ് എപ്പോഴും കൃഷിക്കാരന് നല്ലത്. കാരണം എല്ലാ കൊല്ലവും ഒരു ഏവറേജ് ഉൽപ്പാദനം ഉണ്ടാകുന്നതിനും എല്ലാത്തിനും അതാണ് നല്ലത്. നമ്മളിങ്ങനെ നല്ല ഹെൽത്തിയായ അവക്കാഡോ ചെടികളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ഇനങ്ങളുടെ സയോണുകൾ നമ്മൾ നല്ല ഹെൽത്തിയായ ചെടികളിൽ നല്ല വെറൈറ്റി അവക്കാഡോയുടെ സയോണുകളെടുത്ത് ഒട്ടിച്ച് നമ്മൾ ഹെൽത്തിയായ ചെടികൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു 5 വർഷമായിട്ട് ഇതിലൊരു റിസർച്ചായിട്ട് പോയിട്ട് നല്ല ഇനങ്ങൾ കണ്ടെത്തി ഒരു 68ഓളം വെറൈറ്റികൾ കൃഷിക്കാർക്ക് ബുക്കിംഗ് അനുസരിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള വെറൈറ്റീസുമുണ്ട്. പിന്നെ അതുമാതിരി എക്സോട്ടിക് ആയിട്ടുള്ള അവക്കാഡോ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് നിലവിൽ അത് പല വെറൈറ്റീസായിട്ട് ഒരു 68ഓളം വെറൈറ്റികൾ ഞങ്ങൾ ഗ്രാഫ്റ്റ് തൈകൾ കൃഷിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളിൽ ഒരു നല്ല രീതിയിൽ പല വെറൈറ്റീസ് കളക്ഷൻ ഓൾറെഡി ഉണ്ട്. ഈ വെറൈറ്റികളെല്ലാം ഞങ്ങളൊരു ഇതിൻ്റെ കായ്ഫലം എങ്ങനെയുണ്ട്, അതിന് കീടാക്രമണങ്ങളുണ്ടോ, അതേമാതിരി ഏത് സീസണിലാണ് കായ്ക്കുന്നത്, അത് ചെടീൻ്റെ ക്യാരക്ടറുകൾ, ഇതൊക്കെ പഠിച്ച് ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ഇതിലൊരു റിസർച്ചായിട്ട് ചെയ്യുകയാണ്. നല്ല ഇനങ്ങളുടെ സയോണുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. ബൈ ബൈ.